കേന്ദ്ര അവഗണനയ്ക്കെതിരെ ദില്ലിയിൽ സമരവുമായി കർണാടക സർക്കാർ ബുധനാഴ്ച ദില്ലിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, എം.എൽ.എമാർ, എം.എൽ.സിമാർ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ജിൽബിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ജിൽബി, ബി.ജെ.പി. ഭരിക്കാത്ത സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്രത്തിന്റെ അവഗണന നേരിടുന്നുണ്ട്. ഇപ്പോൾ കർണാടക അടക്കം സമരത്തിലേക്ക് കടക്കുന്നു. കേന്ദ്രത്തിനെതിരെ എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? കീർത്തി, നമുക്കറിയാവുന്നതുപോലെ തന്നെ ബി.ജെ.പി. ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ, അതായത് ബി.ജെ.പി. ഇതര സംസ്ഥാനങ്ങൾക്കെതിരെ കേന്ദ്രം മുമ്പോട്ട് വെക്കുന്ന ഒരു നയങ്ങൾ അല്ലെങ്കിൽ അവരുടെ കടുത്ത അവഗണനയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ ഈ ബി.ജെ.പി. ഇതര സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ പല സംസ്ഥാനങ്ങളും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതങ്ങളൊന്നും കേന്ദ്രം നൽകുന്നില്ല, അത് പിടിച്ചുവെക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അതായത് നമുക്കറിയാം, കേരളം ഇപ്പോൾ ഈ ഫെബ്രുവരി 8-ാം തീയതി, അതായത് കഴിഞ്ഞ അടുത്ത ആഴ്ച ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ അല്ലെങ്കിൽ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്താനിരിക്കുന്നു. അതുപോലെ തന്നെ മമതാ ബാനർജിയും ഇത്തരത്തിൽ തന്നെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സമരം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ കർണാടക സർക്കാരും സമാനമായ രീതിയിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സമരവുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ 7-ാം തീയതിയാണ് ദില്ലിയിൽ കർണാടക സർക്കാർ പ്രതിഷേധം നടത്തുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, കർണാടകയിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയൊക്കെ ചെയ്തിരുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള അവഗണനയാണ് സംസ്ഥാനം അവിടെ നേരിടുന്നതെന്നാണ് ഇപ്പോൾ അവിടുത്തെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. കാരണം അവിടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഗ്രാന്റുകളോ വിഹിതങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. അവിടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കടുത്ത വരൾച്ച പോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും ഒരു പൈസ പോലും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്ന് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട സമയമാണ്. അതിനാൽ സംസ്ഥാനങ്ങളുടെ അവകാശം ലഭിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു സമരവുമായിട്ടാണ് ഇപ്പോൾ കർണാടക സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സമരത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, അതുപോലെ തന്നെ എം.എൽ.എമാർ, എം.എൽ.സിമാർ ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഈ സമരത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം ഈ ദില്ലിയിലെ സമരത്തിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ സമരം നടത്തും അല്ലെങ്കിൽ ഈ സമരം നടത്തുന്നതിനുള്ള അനുമതിക്ക് വേണ്ടി ഇപ്പോൾ ഒരു കത്തും അയച്ച്, അതായത് ദേശീയ നേതൃത്വത്തിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലേക്ക് ഇതിനൊരു അനുമതി തേടിക്കൊണ്ട് ഇപ്പോൾ കത്തും അയച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നു വരുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ കേരളം ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ശക്തമായ സമരത്തിലേക്ക് കടന്നിരിക്കുന്നു, ശക്തമായ നിലപാടുകൾ എടുത്തിരിക്കുന്നു. കാരണം കേന്ദ്രം ഇത്തരത്തിൽ ഈ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. കാരണം ഈ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് അടക്കമുള്ള വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളം സുപ്രീം കോടതിയിൽ പോയിരുന്നു. സുപ്രീം കോടതിയിൽ ഈ ഹർജി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതേപോലെ തന്നെ മമതാ ബാനർജി ബംഗാളിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ നിന്നായി ഏകദേശം 18,000 കോടിയോളം രൂപ ലഭിക്കാനുണ്ട്. അതിനാൽ തന്നെ കേന്ദ്രം ഈ ഫണ്ട് കുടിശ്ശിക തന്നു തീർത്തില്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ വലിയ ഒരു സമരം ഉണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമരത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമെന്ന് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ മമതാ ബാനർജി ബംഗാളിലെ പലയിടങ്ങളിലായിട്ട് ധർണകൾ നടത്തുന്നുണ്ട്, റാലികൾ നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ. കാരണം എത്രയും പെട്ടെന്ന് ഈ കുടിശ്ശിക കേന്ദ്രം തന്നു തീർക്കണമെന്ന ആവശ്യം തന്നെയാണ് മമതാ ബാനർജി മുന്നോട്ട് വെക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കർണാടക സർക്കാരും വലിയ രീതിയിലുള്ള സമരവുമായിട്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്കെതിരെ നടത്തുന്ന ആ അവഗണനയ്ക്കെതിരെ ഇപ്പോൾ കൂടുതൽ സംസ്ഥാനങ്ങൾ രംഗത്തെത്തുന്നു. കേരളത്തിന് പിന്നാലെ പശ്ചിമ ബംഗാൾ എത്തി, ഇപ്പോൾ കർണാടക എത്തി. അത്തരത്തിൽ കേന്ദ്രം ഏത് രീതിയിലാണോ അവരുടെ നയങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അവഗണന ശക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാനങ്ങൾ വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് കടക്കുകയാണ്.